അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഹലോ, സിദ്ധു. ഫോൺ ബെല്ലടിച്ച് തീരാറായിട്ടും എടുക്കാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഉറങ്ങി കാണുമെന്ന്. ഉറങ്ങാനോ? കൊള്ളാം. ഞാൻ അച്ഛനോട് ഭക്ഷണം കൊടുക്കായിരുന്നു. എന്തു പറ്റി ഇത്രയും താമസിക്കാൻ? അച്ഛൻ പുറത്തോട്ട് വരാനൊന്ന് വൈകിയായിരുന്നേ. അതിന്റെ പേരിൽ അമ്മയായിട്ടൊന്ന് ഉടക്കി. ഞാൻ പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചാ കഴിപ്പിച്ചത്. അപ്പോഴേക്കും വക്കീലിന്റെ വിളി വന്നു. അത് കൊള്ളാം. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അച്ഛനങ്ങ് വന്നത്? അല്ലെന്നേ, വന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോയായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാലോ അല്ലേ? അച്ഛൻ എന്തെങ്കിലും കേസ് ഏൽപ്പിക്കാൻ കാണും. അല്ലാതെ വക്കീലിനെ കാണാൻ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കേസും വക്കാലത്തൊന്നും അല്ല. അച്ഛന്റെ മൂത്ത മകളെ എനിക്ക് കൈപിടിച്ചു തരാൻ സമ്മതമാണെന്ന് പറയാനാ വന്നത്. അച്ഛന്റെ ഇങ്ങനെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ കാരണം ആ പാവത്തിനൊരു സ്വസ്ഥതയില്ല. ഇവിടെയില്ല. അവിടെ വന്നിട്ടും ഭീഷണിപ്പെടുത്തിയല്ലേ വിട്ടത്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതാ പോണ്ടാന്ന്. നടേശൻ സാറിന്റെ വക ഓലപ്പാമ്പല്ലേ? അതൊക്കെ ആരാ കാര്യമായിട്ട് എടുക്കുന്നത്? അച്ഛൻ പറയുന്നതനുസരിച്ച് ദേവിക എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാ മതി. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. സിദ്ധു, ഞാൻ സിദ്ധേട്ടാ, എന്റെ അച്ഛൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് ആഘോഷിക്കല്ലേ? ചന്ദ്ര എന്താ ഈ പറയുന്നേ? അച്ഛൻ ആക്രമിക്കപ്പെട്ടെന്നോ? അതെ, അയാൾ ആ മനോഹരന എന്റെ അച്ഛൻ ആക്രമിച്ചത്. ആ സന്തോഷ വാർത്ത പറയാനല്ലേ ഇപ്പൊ ദേവിക വിളിച്ചത്. അവരോട് പറഞ്ഞേക്ക് ഒന്നിനെ വെറുതെ വിടില്ലെന്ന്. എന്റെ അച്ഛൻ ആരാണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. ഹലോ സിദ്ധു. സിദ്ധു, ചന്ദ്ര പറഞ്ഞ ശരിയാണോ? നടേശൻ സാറിനെ ആരെങ്കിലും ആക്രമിച്ചോ? ദേവിക എനിക്കറിയില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിച്ചോളാം. ഹലോ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. പകമുറ്റിയ പാമ്പാണ് നടേശൻ. അയാളുടെ പത്തിക്കാ നിങ്ങൾ അടിച്ചത്. അയാൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സാറിനെ ധിക്കരിച്ചത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല സർ. അതെ, ആ നടേശൻ കടാപ്പനെ ഇനി വെറുതെ വിട്ട ശരിയാഴ്ത്ത സാറേ. 2 പൊട്ടിയന്റെ കുറവ് അയാൾക്കുണ്ടായിരുന്നു. അയാളും അയാളുടെ 4-5 കിങ്കരന്മാരും. സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ കയറി മേയുക അയാൾ മാത്രമല്ല, അയാളുടെ തലയർച്ച മോളും. സിദ്ധാർത്ഥ സാറിന്റെ അച്ഛന് പട്ടാളക്കാരനായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ എന്നെ തോക്കെടുത്തേനെ. ആ പെണ്ണിനെ അടിച്ചിറക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതത്ര നിസ്സാരമായ കാര്യമല്ല പരന്തേ. പറയും പോലെ എളുപ്പം അത് സാധിക്കുകയില്ല. കൃത്യമായ പ്ലാനിങ്ങോടെ പേയിങ് ഗസ്റ്റ് വേഷം കെട്ടി ആ വീട്ടിൽ കയറിയ ആളാ ചന്ദ്രലേഖ. ദേവികയോടുള്ള പക കാരണം കണ്ണ് കാണാതായി പോയ സിദ്ധാർത്ഥന്റെ ചേച്ചി പ്രേമയ്ക്ക് അത് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഇനി ചന്ദ്രലേഖ അവിടുന്ന് പുറത്താക്കിയാൽ ചെറിയ കോൺസിക്വൻസസ് ആയിരിക്കില്ല സിദ്ധാർത്ഥന് ഫേസ് ചെയ്യേണ്ടി വരിക. വളരെ ക്രൂക്കഡായ അച്ഛനും മകളുമാ. അവരെന്തൊക്കെ അലിഗേഷൻസ് ആ കുടുംബത്തിനും സിദ്ധാർത്ഥിനുമെതിരെ പറയുമെന്നറിയില്ല. സിദ്ധുവിന്റെ ജീവിതവും കരിയറും തൊലച്ചു കളയോര്. ദേവിക മേഡം കൈപിടിച്ച് നിന്ന ഏത് കൊടുങ്കാറ്റ് വന്നാലും സിദ്ധാർത്ഥൻ സാറിന് കുലുങ്ങാതെ നിൽക്കാം. പക്ഷേ ദേവിക മേഡം അതിന് തയ്യാറാവുന്നില്ലല്ലോ സർ. തയ്യാറാവും. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈശ്വര, അത് പെട്ടെന്ന് നടക്കട്ടെ. സാറേ, നടേശനെ ഞങ്ങൾ ഇടിച്ച കാര്യം ഓർത്ത് സാറ് ടെൻഷനാവണ്ട. കേസ് വന്നാൽ ഞങ്ങൾ അന്തസ്സായിട്ട് ഏറ്റെടുക്കും. എന്നിട്ടെന്തിനാ നെഞ്ചും വിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോകാനോ?
വരട്ടെ, നടേശന്റെ പദ്ധതി എന്താണെന്ന് അറിയട്ടെ. അതുവരെ കാത്തിരിക്കാം. സാറേ, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായി? ആ തങ്കച്ചി അതേ ഗ്രാവിറ്റിയിൽ തുടരുന്നു പെരുന്തേ. രണ്ടും കൽപ്പിച്ച തങ്കച്ചി. തങ്കച്ചി രണ്ടും കൽപ്പിച്ചാണെങ്കി ഞാൻ നാലും കൽപ്പിച്ച. നിന്റെ അമ്മയെ കൊന്നവള് ഇപ്പോ ഞാൻ അവളുടെ കരണത്ത് അടിച്ചിട്ടേ ഉള്ളൂ. നാളെ കഴുത്തും വെട്ടും. അക്ഷര, നീ ഒന്ന് അടങ്ങ്. തൽക്കാലം പെട്ടുപോയ പുലിക്കൂട്ടിൽ നിന്ന് ചോര പൊടിയാതെ പുറത്തിറങ്ങാനുള്ള വഴിയല്ലേ കണ്ടുപിടിക്കേണ്ടത്. പുലിക്കൂട്ടി കൊണ്ടുപോയി താടിക്കെട്ട് കൊടുത്ത് ഇരുത്തിയവരുണ്ടല്ലോ, അവര് കണ്ടുപിടിക്കട്ടെ സൊല്യൂഷൻ. സ്വാമി തങ്കച്ചിയായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. നാണമില്ലേ നിങ്ങൾക്കത് പറയാൻ? ചർച്ച നടത്തുന്നുണ്ട് പോലും. ഇപ്പോഴത്തെ പലിശക്കാരി പണ്ടത്തെ രഹസ്യക്കാരിയാണല്ലോ. അപ്പൊ ചർച്ചയാവാം. അക്ഷര, നീ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അവൾ പറയട്ടെ നിരഞ്ജൻ, ഇപ്പൊ അവളുടെ ഊഴമാണ്. പക്ഷേ അവൾ പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം വരും. ഓ, ഞാൻ പശ്ചാത്തപിച്ചോളാം. തങ്കച്ചിയായിട്ടുള്ള ചർച്ച വിജയിക്കുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. പലിശയും മുതലും നമുക്ക് എത്രയും വേഗം എങ്ങനെയും കൊടുത്തു തീർക്കാം. തൽക്കാലം പലിശ കൊടുത്ത് തങ്കച്ചിയെ അടക്കി നിർത്താം. എവിടുന്നെടുത്ത് കൊടുക്കും? സ്വാമി എന്താ നാളെ കൈക്കോട്ടും എടുത്ത് നിധി വേട്ടയ്ക്ക് ഇറങ്ങുവാണോ? സ്വാമി എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളും. ആ, സ്വാമി വഴി കാണിച്ചെന്ന് പെരുവഴിയിലായല്ലോ. തങ്കച്ചിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനെയും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെയൊക്കെ ഉൾപ്പെടുത്ത സ്വാമി. പെട്ടെന്ന് സമാധാനം പുലരട്ടെ. പെട്ടെന്ന് സമാധാനം ഉണ്ടാവും മാഡം. അത് കഴിഞ്ഞ് തങ്കച്ചി തിരിച്ച് വിമാനം കയറും ചെയ്യും. തങ്കച്ചി തിരിച്ചു പോവാനോ? നിന്റെ അമ്മയുടെ മരണരഹസ്യം പറയാതെ അവരിവിടുന്ന് വിമാനം കയറുവോ? കാണാം. അവരുടെ മകളെയും ഞാനിവിടെ വരുത്തും. ഞാൻ മാത്രം കരഞ്ഞ ശരിയാവത്തില്ലല്ലോ. ഈ കാര്യം സ്വാമി തങ്കച്ചിയോട് പറഞ്ഞേക്ക്. സർ, എത്രയും വേഗം തങ്കച്ചി എന്ന കുരുക്കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി പെടയും നമ്മൾ. കല്ലിൽ തല്ലിയ പൂങ്കുല പോലെ ചിതറിപ്പോവും ഈ കുടുംബം. തങ്കച്ചി എങ്ങനെ ഈ കഥയിൽ ഇത്ര കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ടുവെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ? അല്ലേ സ്വാമി?